പത്തനംതിട്ട ജില്ലാ കഥകളി ക്ലബിന്റെ 17ാമത് കഥകളി മേളയ്ക്ക് തുടക്കമായി. മേളയുടെ ഉദ്ഘാടനം അയിരൂർ ചെറുകോൽപ്പുഴ ശ്രീ വിദ്യാധിരാജ നഗറിൽ മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കല മനുഷ്യഹൃദയത്തെ ആർദ്രമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കഥകളി മേള വിദ്യാർത്ഥികൾക്ക് പുത്തൻ ഉണർവും അനുഭവവും സമ്മാനിക്കും. അവിസ്മരണീയമായ ബിംബങ്ങളും ഓർമ്മകളുമാണ് അവരിലേക്ക് പതിക്കപ്പെടുന്നത്. വർത്തമാന കാലഘട്ടത്തിൽ കഥകളിയെ ജനകീയമാക്കാനും പ്രോത്സാഹിപ്പിക്കാനുമായി നടത്തുന്ന പരിശ്രമങ്ങൾക്ക് സർക്കാരിന്റെ പിന്തുണയുണ്ട്. കഥകളി ക്ലബ്ബ് ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും മന്ത്രി പറഞ്ഞു. 200 വർഷത്തെ കഥകളി പാരമ്പര്യമുള്ള അയിരൂരിന്റെ മണ്ണ് ഈ വർത്തമാന കാലഘട്ടത്തിൽ കഥകളി എന്ന മഹാകലയെ കൂടുതൽ ജനകീയമാക്കുന്ന വലിയ ദൗത്യമേറ്റെടുത്ത് വളരെ മനോഹരമായി നിർവഹിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ 95-ലാണ് ഇവിടെ വീണ്ടും ഒരു കഥകളി ക്ലബ്ബ് ആരംഭിക്കുന്നത്. കഥകളിയുടെ തെക്കൻ ചിട്ട പഠിപ്പിക്കുന്ന ഒട്ടേറെ കളരികൾ അയിരൂരിൽ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ പതിറ്റാണ്ടുകളിൽ കഥകളി ജനകീയമാക്കുന്നതിനൊപ്പം തന്നെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓമലൂർ ശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ കളക്ടർ എ ഷിബു മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ കഥകളി ക്ലബിന്റെ 2023 നാട്യഭാരതി അവാർഡ് പ്രശസ്ത ചുട്ടിക്കലാകാരൻ കരിക്കകം ത്രിവിക്രമനും അയിരൂർ രാമൻപിള്ള അവാർഡ് കഥകളി നിരൂപകയും ഗ്രന്ഥകാരിയുമായ മിനി ബാനർജിക്കും നൽകി മന്ത്രി ആദരിച്ചു. തുടർന്ന് 10ാം ക്ലാസ്സിലെ മലയാളം പാഠാവലിയിലെ പ്രലോഭനം എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി കഥകളി അരങ്ങേറി. 7 ദിവസങ്ങളിലായി നടക്കുന്ന കഥകളി മേള ജനുവരി 14-ന് അവസാനിക്കും. കഥകളി ക്ലബ്ബ് പ്രസിഡന്റ് VN ഉണ്ണി അധ്യക്ഷത വഹിച്ചു. അയിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പളി പ്രഭാകരൻ നായർ, മുൻ MLA രാജു എബ്രഹാം, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ശ്രീകാന്തം ഗിരിനാഥ്, കഥകളി മേള ജനറൽ കൺവീനർ TR ഹരികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി.